അലക്ഷം ഒരു അവജ്ഞ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിപ്പോൾ മാറി. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ പോയാൽ എൻ്റെ കുട്ടി സുരക്ഷിതനാണ്, നന്നാവും എന്നൊരു ബോധം ആളുകൾക്കുണ്ട്. അത് നിങ്ങൾ ശരിക്കും പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക്, ഞാൻ അഭിമാനിക്കുന്നത് ടീച്ചറോട് നിങ്ങളോട് 2 വാക്ക് പറയണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് എൻ്റെ കാര്യത്തിന് വേണ്ടിയല്ല. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ എങ്ങനെ നോക്കുന്നോ അതിൻ്റെ ഫലമായിട്ട് വരുന്ന ഒരു തലമുറയ്ക്ക് ഇതേ പോസ്റ്റ്, നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾ പിരിഞ്ഞ് കഴിയുമ്പോൾ ആൾ വേണ്ടേ? അല്ല, നിങ്ങൾ പിരിയുമ്പോൾ കുട്ടികളും കൂടെ പിരിഞ്ഞങ്ങ് പോകാമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതെ കുട്ടികളെ നിലനിർത്താൻ വേണ്ടുന്ന ആക്ടിവിറ്റീസ് ഇന്നിപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഒരുപാട് സംവിധാനങ്ങൾ. ഞങ്ങളന്ന് ഇവിടുത്തെ ഓഫീസ് മുറിയിൽ ടീച്ചറെ ഈ വിജാവരി വെച്ച ഒരു അലമാര, അല്ല ഒരു മേശ, വിജാവരി വെച്ച മേശ എന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് ഒരു പക്ഷേ ഓർമ്മ ഉണ്ടാവും. ഇവിടെ തുറന്ന് അതിൻ്റെ പുറത്തോട്ട് വയ്ക്കുക, പകുതി തുറന്ന് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു സെൽഫ് കൂട്ടുക. അതിനകത്താണ് സർവവും രേഖകളുണ്ടല്ലേ. സ്കൂളിൻ്റെ സർവ്വരേഖകളും ഏതിനകത്താണ്? ഈ മേപ്പോട്ട് തുറന്നു വയ്ക്കുന്ന മേശയുടെ അകത്തായിരുന്നു. അത് പോയിട്ട് ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല. സ്കൂളിന് ഇപ്പോൾ ഭൗതികമായി എന്താ ടീച്ചറെ ഇനിയിപ്പോൾ നമ്മുടെ സ്കൂളിൽ വേണ്ടത്? എൻ്റെ പിള്ളേർക്കൊരു KG പിള്ളേർക്കൊരു ഊഞ്ഞാല ആവശ്യമുള്ള ചെറിയൊരു കാര്യമല്ലേ ഓരോന്ന് പറയും. അതായത് നമ്മളിവിടെ ഏറ്റെടുക്കുമ്പോഴേ പിന്നെ 10-60,000 റുപ്യ കടത്തിലായിരുന്നു നമ്മൾ. കുറച്ച് ഇല്ല, ഇപ്പൊ ഇല്ല. അതിനൊക്കെ കുറഞ്ഞ ചെറിയ അങ്ങനെയല്ല ഉണ്ട്. പക്ഷെ നമ്മൾ ആ കൊറോണ ടൈമിൽ ഇവിടെ വളരെ ഇതായിരുന്നു, കാടൊക്കെ കൂടി ഒരുപാട് വർക്കുകളൊക്കെ എടുക്കേണ്ടി വന്നു നമുക്ക്. കാരണം 3 വർഷം നമുക്ക് അല്ല, ഇവിടെ ഇപ്പൊ നിങ്ങൾ ശരിക്കും പണിയെടുത്തിട്ടുണ്ട്, അതിന്റെ ഫലം ഞാൻ കാണുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു ചെറിയ കുടിസ് മുറി, അതിലെങ്ങനെ നമ്മൾ ആ ഫോട്ടോ ഒരു കുടിസ് മുറി, അടുത്ത ഒരു ബിൽഡിങ് ഒരു 95 ലക്ഷത്തിന്റെ ഞാൻ അറിഞ്ഞു. അത് കിട്ടിയാൽ